എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സന്തോഷത്തിലുണ്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പം ഞാൻ എന്തായാലും ഇങ്ങനെ ഒരു വോയിസ് അല്ലെങ്കിൽ ഓൺ വോയിസിൽ വരുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ അറിയില്ല എന്തിനു വരുന്നുണ്ട്. ഞങ്ങൾക്ക് എന്തെല്ലോ നിങ്ങളോട് സംസാരിക്കണം എന്നുണ്ട്. കാരണം എനിക്ക് നിങ്ങളാരും കാണുന്നില്ലല്ലോ. നിങ്ങൾ എന്നെ കാണുന്നതല്ലാണ്ട് എനിക്ക് നിങ്ങളെ ആരും കാണുന്നില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഈ മെസ്സേജ് അയച്ചിട്ട് എല്ലാവരോടും നന്ദി നന്ദി താങ്ക് യു അങ്ങനെ പറയുന്നതിനേക്കാളും ഇങ്ങനൊരു വോയിസ് ഇട്ടിട്ട് എനിക്ക് നിങ്ങളോട് നന്ദി പറയണമെന്നുണ്ടായിരുന്നു. എന്ത് ഇപ്പോൾ കുറച്ച് നേരത്തെ വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ വീഡിയോ ഓണാക്കുന്ന സമയത്ത് എനിക്ക് വീട് ചോദിക്കാൻ വിട്ടുപോയി. രാധേഷ്ണേട്ടൻ എന്നെ വിളിച്ചിട്ട് ഒരു മീനാക്ഷി അമ്മയുണ്ട്, മോളെ പാട്ടൊക്കെ അയച്ചത്, ഒന്ന് വിളിച്ച് സംസാരിക്കുമെന്ന് പറഞ്ഞ നമ്പർ തന്നു. അപ്പോൾ ഞാൻ മീനാക്ഷി അമ്മേനെ വിളിച്ചു. എനിക്ക് കുറേ സന്തോഷമായി, അമ്മക്കും കുറേ സന്തോഷമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്ത് പറയല്, ഇത് തന്നെയാണ് സന്തോഷം. അതായത് എനിക്കറിയാത്ത കുറേ ആൾക്കാർ എന്നെ വിളിക്കുന്നുണ്ട്, എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, എന്നോട് സംസാരിക്കുന്നുണ്ട്, എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇതിനപ്പുറം വലുതൊന്നും എനിക്കിനി കിട്ടാനില്ല. ഇപ്പം എല്ലാവരും പറയും എല്ലാം ഒരു സമയത്തേക്കേ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മളിങ്ങനെ പൊക്കി വെച്ചിട്ട് ആടുന്ന് ഒറ്റയടിക്ക് താഴെ ഇടും, അതുകൊണ്ട് അധികം ഒന്നുമില്ല സന്തോഷിക്കരുതെന്നാലും എല്ലാവരും എന്നെ ആടുന്ന് ഇടുന്നാലും ഉപദേശിക്കുന്നുണ്ട്. മാത്രമേ എനിക്ക് അങ്ങനെ സംഭവിക്കുമോ അതൊന്നും എനിക്കറിയില്ല. അതല്ല ഇങ്ങനെ എന്തുമായിട്ട്, പക്ഷേ ഉള്ള സമയത്ത് എന്താണോ അതിൽ ജീവിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പം ഇപ്പം എനിക്കറിയില്ല, നിങ്ങൾ ഇപ്പോൾ എനിക്ക് മെസ്സേജ്, അതായത് ഞാൻ പാടുന്ന പാട്ടിൻ്റെ ഇടയിൽ കമൻ്റ് ഇടുന്ന സമയത്ത് എനിക്ക് സത്യത്തിന് ഞാൻ പരിതലാണ്. കാരണം നിങ്ങൾ ഇത് സ്ഥിരം എനിക്കറിയില്ല ആരെല്ലാം ആണ്, ഞാൻ എല്ലാ കമൻറ്റും വായിച്ച് റിപ്ലൈ തരുന്നില്ല. അപ്പോൾ ഒരു ദിവസം ആരെല്ലാം കണ്ടിട്ടെങ്കിൽ എന്താ ഏട്ടൻ അല്ലെങ്കിൽ ചേച്ചി എനിക്ക് കമൻറ്റ് ഇടാത്ത ഒരു അഭിപ്രായം പറയാത്ത ഞാൻ ഇങ്ങനെ ആലോചിക്കും. അപ്പോൾ അത്രയും നിങ്ങൾ എൻ്റെ ഇടയിൽ അല്ലെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ട ആരല്ലോ ആയി. എനിക്ക് എൻ്റെ വീട്ടിലത്തെ ഏട്ടന്മാരോട് ചേച്ചിമാരോട് അനിയത്തിമാരോടെല്ലാം സംസാരിക്കുന്നതാണെങ്കിയാന്നില്ലത്. അതിലൊരു ഏട്ടൻ എന്തോ കണ്ണൂരത്തെ ഏട്ടൻ, അതെന്താ കുരിപ്പേ ഞാൻ നിൻ്റെ അടുത്ത് പാടാൻ പറഞ്ഞിട്ട്, ഞാൻ കുരിപ്പ് ഇപ്പൊക്കെ തോന്നി കണ്ണൂരായിരിക്കും തോന്നിയ. പക്ഷെ ആ ഒരു എന്താ പറയുക, അങ്ങനെ വിളിക്കേണ്ട ഒരു സ്വാതന്ത്ര്യം എൻ്റെ അടുത്ത് കാണിക്കുന്നത് ചിലപ്പോൾ ഞാൻ ആരോ ആണെന്ന്, എന്നൊരു ചീത്ത അല്ലല്ലോ, സ്നേഹം കൊണ്ട് വിളിക്കുന്നില്ല, അപ്പോൾ ആരോ ആണെന്ന് തോന്നിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറത്താണ്. അപ്പോൾ കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചു എങ്ങനെയുണ്ട് കാസർഗോഡ് മലപ്പുറവും എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അതെങ്ങനെയായിരിക്കും എൻ്റെ മനസ്സിലുള്ള കാര്യം പറയാനാണ് ഓൺ വോയിസ് വരുന്നത്. ശരിക്ക് നമുക്കെപ്പോഴും ജനിച്ച നാട് ജീവിച്ച നാട് നമുക്ക് അതുതന്നെ ആയിരിക്കുമല്ലോ ബെറ്റർ എപ്പോഴും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് കാസർഗോഡാണ് ഇഷ്ടം എന്ന് വെച്ചാൽ മലപ്പുറം ഇഷ്ടമല്ല എന്നല്ല, മലപ്പുറത്ത് ജീവിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ മലപ്പുറം എൻ്റെ ബെസ്റ്റായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ളൊരു നാടായിരിക്കും. എനിക്ക് ഇഷ്ടക്കേടൊന്നുമില്ല, പക്ഷേ ഇപ്പോഴും ഞാൻ കാസർഗോഡിൽ സ്റ്റക്കാണ്. കാരണം എൻ്റെ ഫ്രണ്ട്സും എൻ്റെ വീട്ടുകാരും അല്ലെങ്കിൽ എൻ്റെ നാട്ടുകാരും ഞാനിങ്ങനെ പാട്ട് ഡാൻസ് നാടകം എന്നിട്ട് നടന്നുകൊണ്ടായ ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് അത് മാറും. പിന്നെ പിന്നെ വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ വലിയ മാറ്റം എന്നല്ല, ചെറിയ മാറ്റം എന്ന് പറഞ്ഞാൽ സ്ലാങ്ങിൽ മാറ്റമുണ്ട്. ഈടെ ഇല്ലിപ്പി പറയുന്നത് ചിലതൊന്നും എനിക്ക് മനസ്സിലായില്ല, ഞാൻ പറയുന്നത് ഇപ്പൊക്കെ മനസ്സിലായില്ല. എന്നാൽ ഇപ്പോൾ കുറച്ചെല്ലാം പറഞ്ഞ് ശീലിച്ചുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു. പിന്നെ വരുന്നൊരു സാധനം എന്ന് പറഞ്ഞാൽ ഫുഡിൽ വന്ന മാറ്റം. ഇപ്പം എൻ്റെ അടുത്ത് എല്ലാവരും നിങ്ങൾക്ക് വീഡിയോ കാണാൻ മനസ്സിലായിരിക്കും, ഞാൻ അന്നുള്ളതിനേക്കാളും കുറച്ചൊരു തടി കുറഞ്ഞു, മെലിഞ്ഞു പോയി. അപ്പം കുറേ ആൾക്കാർ ചോദിക്കുന്ന അവിടെ സമാധാനമില്ലേ, വീട്ടിൽ നല്ലതില്ലേ, നീ പോയ വീട് നല്ലതില്ലേ എന്നുള്ളൊരു ചോദ്യമുണ്ട്. പക്ഷേ അതല്ല, എനിക്ക് ടേസ്റ്റ് പറ്റാത്തതുകൊണ്ട് കുറേ വർഷം കാസർഗോഡത്തെ വീട്ടിലത്തെ ചോറും കറിയും വേവിച്ചിട്ട് പെട്ടെന്ന് മാറിയിട്ടാകുമ്പോൾ അതെന്തോ ടേസ്റ്റ് മാറുമ്പോൾ ഭക്ഷണത്തോടെല്ലാം ഇത് പോയി. പക്ഷേ ഇപ്പോൾ അത് ശീലമായി. ഇപ്പോൾ അപ്പോൾ നിങ്ങൾ എന്താ നിക്ക് വെച്ചിട്ട് ഉണ്ടാക്കി തിന്നൂടെ എന്ന് പറയും. അങ്ങനെ ചോദിക്കണ്ട, എന്നാലും ഉള്ളത് കൊണ്ട് ഓണം പോലെ ഞാൻ നിൽക്കുന്നുണ്ട്. പിന്നെന്ത് മാറ്റമില്ലേ, പിന്നെ പ്രത്യേകിച്ച് എനിക്ക് ആടെയും വലിയ മാറ്റം തോന്നിയിട്ട് സ്ലാങ്ങിലും ഫുഡിലും പിന്നെ അങ്ങനത്തെ മാറ്റി തോന്നിയിട്ട്. പക്ഷേ നല്ല മനുഷ്യന്മാർ എല്ലായിടത്തും, നല്ല മനുഷ്യന്മാരിലാണ്. ഇവിടെയും കുറേ നല്ല മനുഷ്യന്മാർ, നല്ല ചുറ്റുപാടാണ്, എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്, വീട്ടിലായാലും പുറത്തായാലും ഭയങ്കര സപ്പോർട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ വന്നത് നിങ്ങളുടെ അടുത്ത് നന്ദി പറയാൻ വേണ്ടിയിട്ടാണ്. താങ്ക് യു. നന്ദി ഇങ്ങനെ വാക്കുകളിൽ ഒതുങ്ങുന്നതെന്നല്ല. അപ്പോൾ താങ്ക് യു.